ഹേയ് ഗൈസ്, ദിസ് ഇസ് ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ 2026 ജാനുവരിയിലുള്ള വാഹനങ്ങളുടെ സെയിൽസ് നോക്കിയതാണ്. അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടുള്ള സെയിൽസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൻ്റെ രണ്ടാമത്തെ മാസം, അതായത് ഫെബ്രുവരിയിൽ ടോപ്പ് 10 ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇതും ലിസ്റ്റ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് സെയിൽ കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. ബൈ ദ വേ, ഈ ലിസ്റ്റിൽ ആകെപ്പാടെ രണ്ട് വണ്ടികൾക്ക് ഗ്രോത്ത് ഉള്ളൂ. ബാക്കി 8 വണ്ടികൾക്കും ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കാനുള്ളത്. ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം 14,632 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ഈ വണ്ടിക്ക് കമ്പാരിറ്റീവ്ലി ഇങ്ങനെ വന്നിട്ടില്ല. 2,150 വാഹനങ്ങളുടെ വ്യത്യാസം 12.8% ഡീ ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈവൻ ദോ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നില്ലെങ്കിൽ നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ബലേനോ. സോ ബാക്കി വണ്ടികൾക്കും വലിയ വ്യത്യാസമില്ലാത്ത വളരെ ചെറിയ ഡീ ഗ്രോത്ത് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അന്നൊക്കെ എന്തായാലും ബാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഈ ലിസ്റ്റിലും 5 വണ്ടികളും മാരുതി സുസുക്കിയുടെ തന്നെയാണ്. അതിൽ നമ്മൾ താഴെ നിന്ന് മാരുതി സുസുക്കിയുടെ നിന്ന് തുടങ്ങി മുകളിലത്തും ഏതാണെന്നുള്ളത് കണ്ടറിയാം. എനിവേ, ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നാണ്. 9th പൊസിഷനിൽ മാരുതിയല്ല. ഇതിന് കഴിഞ്ഞ മാസം 14,665 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ജാനുവരിയിൽ 15,542 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 877 വാഹനങ്ങളുടെ വ്യത്യാസവും 5.64% ഡീ ഗ്രോത്ത് റേറ്റും. ഇതിൻ്റെയും ഡീ ഗ്രോത്ത് റേറ്റ് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി എന്ന് പറയാം. പിന്നെ ഈ വണ്ടിയുടെ കേസ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഈ ഒരു ജനറേഷൻ, അതായത് സ്കോർപിയോയുടെ എൻ ജനറേഷൻ ഇറങ്ങിയപ്പോൾ തൊട്ട് മഹീന്ദ്ര ഇങ്ങനെ പതുക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നും ക്ലാസിക് എന്നും കമ്പൈൻഡ് സെയിലാണത്. പക്ഷെ എന്നാലും ഈ പ്രൈസിലുള്ള ഈ സൈസിലുള്ള ഒരു വണ്ടിക്ക് 15,000-അടുത്ത് സെയിൽസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് എപ്പോഴും ഞാൻ എടുത്ത് പറയുന്ന ഒരു സംഭവം കൂടെയാണ്. അത് നമുക്ക് എന്തായാലും ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഇനി 8ാമത്തെ പൊസിഷൻ നിൽക്കുന്ന അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഇനിയിപ്പോൾ കുറച്ച് മാരുതി ആയിരിക്കും നിങ്ങൾ അങ്ങോട്ട് കാണുന്നത്, പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് മാറും കേട്ടോ, അതുകൊണ്ട് വെയിറ്റ്. ഇനി നമ്മുടെ ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 14,833 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരിയിൽ ഇതിന് അത്യാവശ്യം നല്ല സെയിൽ കിട്ടിയായിരുന്നു. 17,886 വാഹനങ്ങളുടെ സെയിലായിരുന്നു അപ്പോൾ കിട്ടിയിരുന്നത്. അതായത് 2,973 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 16.7% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ്. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനമാണ് സ്വിഫ്റ്റ്. ഇതിനിപ്പോൾ ജനറേഷൻ അപ്ഡേറ്റ് വന്നുകൊണ്ട് സെയിൽ കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഒരു പരിധി വരെ വേണമെങ്കിൽ പറയാം. പക്ഷേ സത്യത്തിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. 3rd ജനറേഷൻ ആയിരുന്നപ്പോഴും ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും സെയിൽസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയുന്നൊക്കെ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. മിക്ക മാസങ്ങളും ഡിസൈറിന് ഇതിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടാറുമുണ്ട്. ഏതായാലും അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ വാഗണാർ ആണ്. ഈ വണ്ടിയും 2024 ഫൈനാൻഷ്യൽ ഇയറിലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയൊക്കെ ആയിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ മാസം 14,885 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ സ്വിഫ്റ്റും വാഗണാറും തമ്മിലാകെ 50 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. പക്ഷെ എന്നാലും വാഗണാർ ആ ഒരു ചെറിയ മാർജിനിൽ സ്വിഫ്റ്റിനെ ഓവർടേക്ക് ചെയ്തു എന്ന് പറയാം. ജാനുവരിയിൽ ഈ വണ്ടിക്ക് അധികം വ്യത്യാസം വന്നിട്ടില്ല. അതായത് 15,118 വാഹനങ്ങളുടെ സെയിലായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ മാസത്തിന് കിട്ടിയത്. വ്യത്യാസം വന്നിരിക്കുന്നത് ജസ്റ്റ് 233 വാഹനങ്ങളുടെയാണ്. അതുകൊണ്ട് തന്നെ 1.54% ഡീ ഗ്രോത്ത് റേറ്റാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതായിരിക്കും ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയെന്ന്. പക്ഷേ അല്ല, ഇത് രണ്ടാമതായി ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. ഈ സെയിം ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്. സാധാരണ അങ്ങനെ ഒരു കൊളാഴ്ച വരാറില്ല. ഏതായാലും അടുത്ത നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. ഇതിന് കഴിഞ്ഞ മാസം 17,807 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. സോ വാഗണാറിൽ നിന്ന് പോകുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു 3,000 വണ്ടികളുടെ ജമ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജാനുവരിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 17,892 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് വെറും 85 വാഹനങ്ങളുടെ വ്യത്യാസവും 0.48% ഡീ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും കൂടിയാണ് എർട്ടിഗ. പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഈ 7 സീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടി ഇതാണ്. ഒരു കാലത്ത് ഇന്നോവയ്ക്കൊക്കെ ഭയങ്കര സെയിൽ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വണ്ടിയുടെ സെയിൽസിനെ പിടിക്കാൻ ഒരു വണ്ടിക്കും പറ്റുന്നില്ല. കുറേയൊക്കെ നമുക്ക് ടാക്സി സെഗ്മെൻറ്റിൽ നിന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും ഇതിൻ്റെ സെയിൽ ഇത്രയും സെയിലുള്ള വേറൊരു MPV ഇവിടെ വന്നിട്ടില്ല. കുറേ പേര് ട്രൈ ചെയ്തു, പക്ഷേ ഇതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയില്ല. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 17,863 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. അഗൈൻ എർട്ടിഗയും ബ്രസ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴും ജസ്റ്റ് 55 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. സോ ആ ഒരു ഡിഫറൻസ് ഇടയ്ക്ക് ഇങ്ങനെ നല്ല കുറവ് വന്നിട്ടുണ്ട് മാർജിനിൽ. ഏതായാലും ജാനുവരിയിൽ ഈ വാഹനത്തിന് 17,486 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. 377 വാഹനങ്ങളുടെ വ്യത്യാസവും 2.16% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. അതും ജസ്റ്റ് 2.16% മാത്രം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം വണ്ടികളുടെ സെയിൽ കഴിഞ്ഞ മാസം കുറഞ്ഞിട്ടുണ്ടെന്ന്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് വെറും 2% എങ്കിൽ. എനിവേ ഗൈസ്, ഇനിയിപ്പോൾ നമ്മുടെ മാരുതിയുടെ ഒരു കേസ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഒരു വണ്ടിയും കൂടെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അധികം വൈകാതെ.
ഏതായാലും ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഇതിന് കഴിഞ്ഞ മാസം 17,938 വാഹനങ്ങൾ സെയിലാണ് വന്നത്. അഗെയിൻ ഇതും ബ്രസയുടെ സെയിൽസും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. 70 വണ്ടികളുടെ അടുത്ത് വ്യത്യാസം വന്നിട്ടുള്ളൂ. ജാനുവരിയിൽ നമ്മുടെ ക്രെറ്റയ്ക്ക് 17,921 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. വെറും 17 വാഹനങ്ങളുടെ വ്യത്യാസവും 0.09% ഗ്രോത്ത് റേറ്റ്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയുടെ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. 0.09%. പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ മാസം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മിക്ക വണ്ടികൾക്കും ഡീ ഗ്രോത്ത് ആണ്. അതിൽ തന്നെ ആകപ്പാടെ ഗ്രോത്ത് ഈ 2 വാഹനങ്ങൾക്ക് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഇറങ്ങിയ കാലം തൊട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ഇനി നമ്മുടെ അടുത്ത തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ്. പഞ്ച് EV ഉണ്ട്. കഴിഞ്ഞ മാസം 18,748 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ഫേസ് ലിഫ്റ്റ് ഇറക്കിയപ്പോൾ തൊട്ട് പഞ്ചിന് എന്തായാലും സെയിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയാം. ജാനുവരിയിൽ 19,257 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് 509 വാഹനങ്ങളുടെ വ്യത്യാസവും 2.64% ഡീ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി പഞ്ചാണെന്ന് പറയാം. ഇപ്പോൾ പഞ്ചിൻ്റെ EVക്ക് ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മാർച്ചിൻ്റെ കണക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഇത് ഒട്ടും മോശമല്ല. ഇതിൻ്റെ സെയിൽ 18,000 19,000 എന്ന് പറയുന്നത് വളരെ ഇമ്പ്രസീവ് തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊരു കാലത്ത് 2025 പഞ്ചിൻ്റെ സെയിൽസ് ഒരു 12,000 13,000 അതിനൊക്കെ താഴത്തായിരുന്നു. ഈ വർഷം സ്റ്റാർട്ടിങ് പോലെ എന്തായാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 24 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇനി നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഡിസയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിഫ്റ്റിനേക്കാൾ ഒരു പരിധിവരെ മിക്ക പൊസിഷനിലും സുപ്പീരിയർ ആയതുകൊണ്ടായിരിക്കണം. അതായത് സ്പേസ് കൂടുതലാണ്, പിന്നെ സെയിം എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട്. സ്വിഫ്റ്റ് പണ്ട് മുതൽ ഒരു സ്പോർട്ടി ക്യാരക്ടറിനൊക്കെ വേണ്ടിയായിരുന്നല്ലോ അറിയപ്പെട്ടിരുന്നത്. ഈവൻ അത് കൂടുതൽ ആൾക്കാർ ഫാമിലി പർപ്പസിനാണ് വാങ്ങിയതെങ്കിലും. പക്ഷേ ഡിസയറിൻ്റെ കാര്യത്തിൽ ടാക്സിക്ക് ആൾക്കാർ എടുക്കുന്നുണ്ട്, അല്ലാതെ ഫാമിലി പർപ്പസിനും ആൾക്കാർ എടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഓൾറൗണ്ടർ വണ്ടിയാണ്. 5 സ്റ്റാർ നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ്, ഭാരത് എൻക്യാപ്പ് എല്ലായിടത്തും സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ട്രസ്റ്റും വന്നിട്ടുണ്ട്. 19,326 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ജാനുവരിയിൽ 19,629 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. വലിയ വ്യത്യാസമില്ല. 303 വാഹനങ്ങളുടെ വ്യത്യാസം 1.54% ഡീ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി. ഇതിൻ്റെയാണ് ഞാൻ നേരത്തെ വാഗണാറിൻ്റെയും ഇതിൻ്റെയും ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് സെയിം ആണെന്ന് പറഞ്ഞത്. വാഗണാറിൻ്റെയും 1.54% തന്നെയാണ്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. ഇതിന് ജാനുവരിയിൽ അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു. അത് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം ഇച്ചിരി കുറവാണ്. പക്ഷെ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. 19,430 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. അതൊരു രീതിയിൽ മോശം സെയിലല്ല. ജാനുവരിയിൽ 23,365 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നെക്സോണിന് ഇതുവരെ കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് സെയിലാണ് ജാനുവരിയിൽ വന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3,935 വാഹനങ്ങളുടെ വ്യത്യാസം 16.84% ഡീ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ബേസിലെ നെക്സോൺ തന്നെയാണ്. അതും നമ്പർ 1 നിന്നുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. സോ സെയിൽസിൽ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരിക്കലും ഒരു മോശം സെയിലായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് goodbye.